ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടമാണ്. ഞാൻ വാല്യുവേഷനിലായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഹോട്ട്സ്പോട്ട് മേഖല ആയതുകൊണ്ട് വാല്യുവേഷൻ ക്യാമ്പിൽ വരണ്ട എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം, ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കുക. മാസ്ക് ഉപയോഗിക്കുക. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കഴിയുന്നതും വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഇൻ കേസ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നാൽ നിർബന്ധമായിട്ട് മാസ്ക് ഉപയോഗിക്കുക. അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കുളിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ തന്നെയും സാനിറ്റൈസർ ഉപയോഗിക്കുക, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. അങ്ങനെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ട് നമുക്ക് ഈ മഹാമാരിയെ പ്രതിരോധിക്കാം. അതോടൊപ്പം എല്ലാവരുടെയും പ്രാർത്ഥന, അകമഴിഞ്ഞ പ്രാർത്ഥന. മനുഷ്യശക്തിക്ക് കീഴ്പ്പെടുത്താനപ്പുറമാണ് വൈറസിൻ്റെ ശക്തി. അപ്പോൾ ദൈവിക ശക്തിക്ക് മാത്രമേ വൈറസിനെ കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥന എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നുകൂടി ഞാൻ അവസരത്തിൽ നിങ്ങളോട് പറയുന്നു. എന്ന് ക്ലാസ് തുറക്കുമെന്നറിയില്ല, എന്നാലും ഉടനെ നമുക്ക് ക്ലാസ് തുറക്കും എന്ന് പ്രത്യാശിക്കാം. അപ്പോൾ ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ പാഠ്യപ്രവർത്തനങ്ങൾ, പ്രാക്ടിക്കൽ, അതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നിങ്ങൾ അതുപോലെ പാലിക്കുക. അപ്പോൾ ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതോടൊപ്പം ഗവൺമെൻറ് പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുകയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം നമുക്ക് എങ്ങനെയാണോ ഞാൻ ക്ലാസ് എടുക്കുന്നത് അതേ രീതിയിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നു. അതും കൂടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും അതിന് നോട്ട്സ് എഴുതുകയും ചെയ്യുക. ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഒരിക്കൽ കൂടി പറയുന്നു, സുരക്ഷിതമായിട്ടിരിക്കുക. കഴിയുന്നതും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞാൽ സാമൂഹ്യ അകലം പാലിക്കുന്നുള്ളത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുന്നു. ഞാൻ എടുക്കുന്ന പാഠം സെക്കൻഡ് ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതിൽ കറണ്ട് ഇലക്ട്രിസിറ്റി തുടങ്ങുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കുക. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം എഴുതേണ്ട ക്വസ്റ്റ്യൻ, ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട്ബുക്ക് കയ്യിൽ വേണം. അപ്പോൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ആദ്യമായിട്ട് ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രിക് കറണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രിക് കറണ്ട്. റൈറ്റ്സ്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രിക് കറണ്ട്. റൈറ്റ് ഇറ്റ്സ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് വാട്ട് ഈസ് മെൻ ബൈ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. വാട്ട് ഈസ് മെൻ ബൈ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും അതിന് ആൻസർ നിങ്ങൾ എഴുതുക. ഇനി നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് വരാം. കറണ്ട് ത്രൂ, ഹെഡിങ് എഴുതിക്കോ, കറണ്ട് ത്രൂ കണ്ടക്ടർ, ഒരു ഹൈഫൺ ഇട്ടിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബ്രാക്കറ്റിൽ വി സഫിക്സ് ഡി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് അതിൽ നമുക്ക് സ്ട്രെസ്സായിട്ട് പറയേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നുള്ളത്, അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പറയുന്നതിന് മുന്നേ കണ്ടക്ടർ എന്താണ് അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം.
ഞാൻ നേരത്തെ വാട്ട് ഈസ് മെൻ ബൈ കണ്ടക്ടർ, വാട്ട് ഈസ് മെൻ ബൈ ഇൻസുലേറ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്കറിയാം കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് കണ്ടക്ടർ? നമുക്ക് എല്ലാവർക്കും അറിയാം, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെല്ലാം കണ്ടക്ടറാണ്. അപ്പോൾ വൈദ്യുതി കടത്തിവിടുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് ഒരു കണ്ടക്ടറിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും അപ്പുറത്തെ ഭാഗത്തിലേക്ക് കറണ്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ കണ്ടക്ടർ അറ്റ് റൂം ടെമ്പറേച്ചറിൽ സാധാരണ ഒരു കണ്ടക്ടർ ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ടർ ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ കാരണം? നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണ്, നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ആറ്റത്തിന് അകത്ത് ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും, അതിന് പുറത്ത് ഇലക്ട്രോൺസ് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേക ഷെല്ലിൽ ഇലക്ട്രോൺസ് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോൺ 1 ആണെങ്കിൽ ആ ഇലക്ട്രോൺ എപ്പോഴും നമ്മൾ ഫ്രീ ഇലക്ട്രോൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മളതിനെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോൺ അത് ഫ്രീ ഇലക്ട്രോൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോൺ 1 ആണെങ്കിൽ നമ്മളതിനെ ഫ്രീ ഇലക്ട്രോൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോണിൻ്റെ ഒരു സ്വഭാവം, നമ്മൾ ഈ ഫ്രീ ഇലക്ട്രോണിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രങ്കഡ് പേഴ്സൺ, അതായത് ഒരു കള്ളുകുടിയനെ ആയിട്ട് വേണമെങ്കിലൊന്ന് ഉപമിക്കാം. കാരണം ഈ കള്ളുകുടിയന്മാരുടെ സ്വഭാവം ഇപ്പോഴത്തെ ആൾക്കാർ മദ്യപിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാറില്ല, സൈലൻ്റാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഈ ചാത്തനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ഒരുത്തന്നെ മേത്തോട്ട് കയറും, അവൻ പിടിച്ചിട്ട് ഉന്തു കൊടുക്കും. അടുത്തവൻ്റെ മേത്തോട്ട് കയറും, അവൻ പിടിച്ചിട്ട് ഉന്തു കൊടുക്കും. പിന്നെ ഇതല്ലെങ്കിൽ പോസ്റ്റുകാർ അതിലേക്ക് പോയി ഇടിക്കും, വീഴും. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസോർഡർ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് ആ ഒരു ഡ്രങ്കഡ് പേഴ്സൻ്റെ. ഇതുപോലെയാണ് ഇലക്ട്രോൺ. ഒരു കണ്ടക്ടറിൽ ആറ്റം തിങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ്. സോ ഇൻ എ കണ്ടക്ടർ ആറ്റംസ് ആർ ക്ലോസ്ലി പാക്ഡ്. ഒരു കണ്ടക്ടറിൽ എടുക്കുകയാണെങ്കിൽ ആറ്റംസ് തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നു. അതിനകത്ത് ഇലക്ട്രോൺസിന് എടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോൺസ് ഞാനീ പറഞ്ഞ പോലെ തോന്നിയ പോലെയാണ് ചലിക്കുന്നത്. ഇലക്ട്രോൺ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഇലക്ട്രോണിനെ ഇടിക്കും, ആ ഇലക്ട്രോണിൻ്റെ ഊർജം അടുത്ത ഇലക്ട്രോണിന് കൊടുക്കും, ആ ഇലക്ട്രോണിൽ നിന്ന് ഊർജം തിരിച്ചു വാങ്ങും. ഇനി ചിലപ്പോൾ അതിന് വാൾസിലിടിക്കാൻ തോന്നും. സോ ഇലക്ട്രോൺ നേരെ പോയിട്ട് വാൾസിലിടിക്കും, വാൾസിൽ നിന്ന് വാൾസിലേക്ക് അതിൻ്റെ എനർജി കൊടുക്കും, വാൾസിൽ നിന്നും എനർജി വാങ്ങും. ഇനി വീണ്ടും അടുത്ത ഇലക്ട്രോൺ ഇടിക്കും, എനർജി കൊടുക്കും, എനർജി വാങ്ങും. തിരിച്ച് വീണ്ടും വാൾസിലേക്ക് ഇടിക്കും, എനർജി കൊടുക്കും, എനർജി വാങ്ങും. ഇങ്ങനെ തോന്നിയ പോലെയുള്ള ചലനമാണ് ഇലക്ട്രോണിൻ്റെ. സോ ഇൻ എ കണ്ടക്ടർ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ തോന്നിയ പോലത്തെ ചലനം, പ്രത്യേക ഓർഡർ ഇല്ലാത്തൊരു ചലനം, റാൻഡം മോഷനാണ്. അപ്പോൾ റാൻഡം മോഷൻ്റെ പ്രത്യേകത, ഇങ്ങോട്ട് പോകുമ്പോൾ വെലോസിറ്റി v1 ആണെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ -v1 ആയിരിക്കും. v1 + v1 + v1 0 ആയി. ഇങ്ങോട്ട് v2 ആണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ -v2 0 ആയി, +v2 -v2 0 ആയി. അപ്പോൾ നമ്മളിങ്ങനെ റാൻഡം മോഷൻ ആയതുകൊണ്ട്, സോ ഇൻ എ കണ്ടക്ടർ, ഒന്നുകൂടി പറയുന്നു, ഇൻ എ കണ്ടക്ടർ ദ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. So if you take the average velocity, it is 0. നമ്മൾ ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇലക്ട്രോൺ റൂം ടെമ്പറേച്ചറിൽ ആക്ട് ആസ് എ കണ്ടക്ടർ. സോ അറ്റ് റൂം ടെമ്പറേച്ചർ ദി കണ്ടക്ടർ ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. അതിൻ്റെ കാരണം ഇതാണ്, ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. ഇലക്ട്രോൺ റാൻഡം മോഷനിലായതുകൊണ്ട് കണ്ടക്ടർ റൂം ടെമ്പറേച്ചറിൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മൾ അതിലേക്ക് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ബാറ്ററി കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ആ പാഠത്തിൽ പഠിക്കുന്നുണ്ട്, ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോഴ്സ് F = സ്മോൾ e ഇൻറ്റു ക്യാപിറ്റൽ E എന്ന് പറഞ്ഞൊരു ബലം കിട്ടും, ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബലം F = E × E എന്ന് പറഞ്ഞാൽ ഒരു ബലം കിട്ടും.
സ്മോൾ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ്, ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്ന് പറഞ്ഞ് ഈ ബലം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യം ഓർക്കാം. നമ്മളിപ്പോൾ ചെയ്തതാണ്, കണ്ടക്ടറിനെ ഒരു ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ചു. നമ്മുടെ കണ്ടക്ടറിനെ ഒരു ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ചു. ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ചപ്പോൾ കണ്ടക്ടറിന് സ്വാഭാവികമായിട്ടും ഒരു അഡീഷണൽ ബലം കിട്ടി. ബാറ്ററി മൂലം ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. സോ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഒരു ബലം കിട്ടി. ആ ബലമാണ് എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യം ഓർക്കുക, ഫോഴ്സ് ബലം ഉണ്ടെങ്കിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, എഫ് ഈക്വൽ ടു എം എ, എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ. അപ്പോൾ ബലം എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഞാൻ ഒന്ന് എഴുതാം, എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ, എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഇതിൽ എ ആക്സിലറേഷൻ എ ഈക്വൽ ടു എഫ് ബൈ എം, ആക്സിലറേഷൻ എ ഈക്വൽ ടു എഫ് ബൈ എം, ആക്സിലറേഷൻ എ ഈക്വൽ ടു എഫ് ബൈ എം. ഇനി നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിക്കുന്നുണ്ട് എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, വേർ സ്മോൾ ഇ ഈസ് ദി ഇലക്ട്രോണിക് ചാർജ്, ക്യാപിറ്റൽ ഇ ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതിൽ എ ഈക്വൽ ടു എഫിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഇ ഇൻറ്റു ഇ, എഫിന് കൊടുത്തു, ബൈ എം. ഇതാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ആക്സലറേഷൻ ഈക്വൽ ടു ഇ ഇൻറ്റു ഇ ബൈ എം. ഇനി നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. സോ വെലോസിറ്റി വി ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം, ആക്സിലറേഷൻ ഇൻറ്റു ടൈം. അപ്പോൾ ഈ ആക്സിലറേഷന് ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. Therefore v ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടി. ഇതാണ് ഇപ്പോൾ ഞാൻ വെലോസിറ്റിക്ക് എഴുതിയ ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളിപ്പോൾ ചെയ്തതാണ്, നമ്മുടെ കണ്ടക്ടറിന് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ആ കണ്ടക്ടറിന് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ആ ഇലക്ട്രിക് ഫീൽഡ് മൂലം കണ്ടക്ടറിന് ഒരു ബലം എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്ന് പറഞ്ഞൊരു ബലം കിട്ടി. ദെൻ നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് പോയി. ഫസ്റ്റ് ഇയറിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ന്യൂട്ടന്റെ സെക്കൻഡിൽ ഓർമ്മ കിട്ടി, എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ, എം ഇൻറ്റു എ ഈക്വൽ ടു എഫ് ബൈ എം. എഫിന് പകരം നമുക്ക് നേരത്തെ കിട്ടിയ ഇ ഇൻറ്റു ഇ നമ്മൾ കൊടുത്തു. സോ ആക്സലറേഷൻ ഇപ്പോൾ ഇ ഇൻറ്റു ഇ ബൈ എം എന്നായി. അപ്പോൾ ഇതിൽ സ്മോൾ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ്, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ്, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി അപ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടി. ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെലോസിറ്റി ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോണിന് നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിന് ഒരു ഫോഴ്സ് കിട്ടി. ഫോഴ്സ് കിട്ടിയപ്പോൾ ഇലക്ട്രോണിന് ആക്സലറേഷൻ കിട്ടി. ആക്സലറേഷൻ കിട്ടിയപ്പോൾ ഇലക്ട്രോണിന് അഡീഷണൽ വെലോസിറ്റി കിട്ടി. നേരത്തെ കിട്ടിയത് റാൻഡം വെലോസിറ്റിയാണ്, പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം ശരിക്കുള്ള വെലോസിറ്റിയാണ്. ഈ വെലോസിറ്റി മൂലം ഇലക്ട്രോൺ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകും. ഇലക്ട്രോണിന് ഈ പറഞ്ഞ റാൻഡം മോഷൻ നടക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോണിന് ഈ വെലോസിറ്റി മൂലം, ഈ കിട്ടിയ വെലോസിറ്റി മൂലം ഇലക്ട്രോണിന് അഡീഷണൽ ആയിട്ട് ബലം കിട്ടി. നമ്മൾ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ് മൂലം ഇലക്ട്രോണിന് അഡീഷണൽ ആയിട്ട് ഒരു ബലം കിട്ടി, അഡീഷണൽ ആയിട്ട് ആക്സലറേഷൻ കിട്ടി, അഡീഷണൽ ആയിട്ട് വെലോസിറ്റി കിട്ടി. ആ വെലോസിറ്റിയുള്ള ഇക്വേഷനാണ് ഞാനിപ്പോൾ എഴുതിയത്. ഈ വെലോസിറ്റിയുള്ള ഇക്വേഷൻ നമുക്കറിയാം, ബി ഈക്വൽ ടു ആക്സലറേഷൻ ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ ആക്സലറേഷനുള്ള ഇക്വേഷൻ ഞാൻ കൊടുത്തു, ഇ ബൈ എം എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. സോ ഇ ടി ബൈ എം എന്ന് കിട്ടി നമുക്ക് ആക്സലറേഷൻ. ആക്സലറേഷനുള്ള വെലോസിറ്റി. ഈ വെലോസിറ്റിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാം. സോ ദിസ് ഈസ് ദി
additional velocity acquired by the electron. This is the additional velocity acquired by the electron due to the application of an external electric field. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഇലക്ട്രോണിന് കിട്ടിയ അഡീഷണൽ വെലോസിറ്റിയാണ് ഇപ്പം ഞാൻ ഈ എഴുതിയ വെലോസിറ്റി. അതിനെ നമ്മൾ റോമന പേര് വിളിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ഇവിടെ വി ഡി ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതാം. ഇപ്പം നമ്മൾ വി എന്ന് മാറ്റി വി ഡി എന്ന് എഴുതി. ഈ സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടോ എന്ന് എഴുതും. ഈ ടോ ബൈ എം ഇക്വേഷൻ 1. ഇതാണ് ഇപ്പോൾ ഞാൻ എഴുതിയ ഇക്വേഷൻ. ഈ ടോ ബൈ എം എന്നുള്ള ഇക്വേഷനാണ് ഞാനിപ്പോൾ എഴുതിയത്. സോ ഈ ഇക്വേഷനാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അത് കിട്ടിയ രീതി മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിക്കുന്ന എഫ് ഫോഴ്സ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്നെഴുതി. ഫോഴ്സ് ആണുള്ള ഇക്വേഷൻ എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്നെഴുതി. ദെൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നെഴുതി. ദെൻ അതിനുശേഷം നമ്മൾ ആക്സിലറേഷൻ എഫ് ഈക്വൽ ടു എം എ എന്നെഴുതി കഴിഞ്ഞാൽ എ ഈക്വൽ ടു എഫ് ബൈ എം. എഫിന് പകരം ഇ ഇൻറ്റു ഇ. അടുത്ത സ്റ്റെപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇൻറ്റു ടൈം. സോ ആക്സിലറേഷന് ഇ ഇൻറ്റു ഇ ബൈ എം എന്ന് കൊടുത്തു. ഇൻറ്റു ടി നമുക്ക് വെലോസിറ്റി ആയി. അപ്പോൾ നമ്മൾ ഇതിനെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. വിക്ക് പകരം വി സഫിക്സ് സ്മോൾ ഡി എന്നാക്കി. ബാക്കി സ്മോൾ ടിക്ക് പകരം ടോ എന്നെഴുതി. അപ്പോൾ ഇക്വേഷൻ മാറി. വി ഡി ഈക്വൽ ടു ഇ ടോ ബൈ എം ആയി. ഈ വി ഡിക്ക് നമ്മളിപ്പോൾ പറയും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. ആ വാക്കിൻ്റെ അർത്ഥം ഡ്രിഫ്റ്റ് വെലോസിറ്റി. ടോ എന്നതിന് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയും. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, അഡീഷണൽ തെർമൽ വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഇലക്ട്രോൺ ഡ്യൂ ടു ദി അപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇനി റിലാക്സേഷൻ ടൈം എന്താണെന്നുള്ളത് ടോ. റിലാക്സേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഇലക്ട്രോണിന് നമ്മൾ എടുക്കുന്ന ആ ഇലക്ട്രോണിന് അടുത്ത ഇലക്ട്രോൺ ഇടിക്കാനൊരു സമയം വേണം, ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഒരു ഇലക്ട്രോണിന് അടുത്ത ഇലക്ട്രോൺ ഇടിക്കാൻ എടുക്കുന്ന ടൈം ഗ്യാപ്പ്, അതിനാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. അതാണ് റിലാക്സേഷൻ ടൈം. ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. ഇതാണ് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ ഇതിന് നോട്ട്സ് ആയിട്ട് എഴുതുക. നോട്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ തന്നെ പറയാറുണ്ട്, വളരെ ക്യാപ്സൂൾ പരുവത്തിലാണ് ഞാൻ നോട്ട് തരുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നോട്ട് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് സെൽഫ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഞാൻ നോട്ട് തരുന്നത് വളരെ ക്യാപ്സൂൾ പരുവത്തിലായിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഹെഡിങ് നേരത്തെ എഴുതിയിട്ടുണ്ട്, നോട്ട്സ് എഴുതിക്കോ. ഓക്കെ, നോട്ട്സ് എഴുതിക്കോ. In a conductor, electrons in a conductor, atoms are closely packed. In a conductor, atoms are closely packed. And the electrons are in random motion. When we apply an electric field,
when we apply an electric field, the electron acquires a force. The electron acquires a force given by F equal to E into E, small e into capital E, where small e is the electronic charge and capital E applied electric field. Also we know, full stop ഇട്ടിട്ട് also we know F equal to ma, or A equal to F by m. F by m. Substituting the value of F as E into E, അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. A equal to EE by m. EE by m. We know velocity equal to acceleration into time. Therefore, the above equation becomes V equal to EE by m into T. ആ ടിക്ക് പകരം ടോന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ടി എന്ന് എഴുതിയോ, ടി. ഇനി അടുത്ത പാരഗ്രാഫിട്ട് എഴുതാം. Thus when we apply an electric field, the electron gets an additional velocity, and this additional velocity is called drift velocity, bracket VD, and is given by VD equal to EE tau by m, small e capital E tau by small m, where E is the electronic charge, small e electronic charge, capital E electric field, m mass of electron, and tau relaxation time. ഞാൻ താഴെ എഴുതാം. This additional thermal velocity acquired by the electron, due to the application of an external electric field. This additional thermal velocity acquired by the electron due to the application of an external electric field is called drift velocity.
അതിൻ്റെ താഴെ ഹിയർ ടോ ഈസ് ദി റിലാക്സേഷൻ ടൈം. ഹിയർ ടോ ഈസ് ദി റിലാക്സേഷൻ ടൈം. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ക്ലോസ് ദ ബ്രാക്കറ്റ്. ഇന്നിപ്പോൾ അത്രയും മതി. ഇത്രയും പഠിക്കുക. അതിനുശേഷം അടുത്ത ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.